بسم الله الرحمن الرحيم ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون طيب بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم ما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് യാസീനിൽ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അതാണ് വിശദീകരിച്ചത്. നേരെ തുടർച്ചയായിട്ട് വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖു സിറാത്ത് ഫഅന്നാ യുബ്സിറൂൻ വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജിഊൻ വമൻ നുഅമ്മിറുഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അറിയിക്കുവാൻ ചില വിഷയങ്ങളാണ് ഈ മൂന്നായത്തുകൾ, അല്ലെങ്കിൽ ഈ മൂന്നായത്തുകളിലൂടെ ഉണർത്തുന്നത്. തൊട്ടു മുമ്പ് പറഞ്ഞ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്ത്യനാളിൽ അവരുടെ വായകൾക്ക് നാം സീല് വെക്കും. അള്ളാഹു പറയാണ് സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും. വതഷ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയും. ബിമാ കാനൂ യക്സിബൂൻ, അവർ അധ്വാനിച്ചതിനെക്കുറിച്ച്. ഇത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ ഈ പരലോക വിശ്വാസത്തെ അംഗീകരിക്കാത്തവരാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ. അവർ സമ്മതിക്കില്ല. അവർ അങ്ങനെ ഒന്ന് ഇല്ല എന്നുള്ളതും ആരാണ് അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളതും, ഞങ്ങൾ മണ്ണായി എല്ലായി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ ആരാണ് എന്ന് അവർ ചോദിക്കാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കഴിവ് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തുന്നത്. ഒന്ന്, വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖു സിറാത്ത് ഫഅന്നാ യുബ്സിറൂൻ, അതാണ് ഒരു കാര്യം. അപ്പോൾ വാവിടെ ഇസ്തീനാഫിൻ്റെ വാവാണ്. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു പറയാണ്, പരലോകത്തെ കളവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ കഴിവിനെ റഹ്മക്കല്ലാ അള്ളാഹുവിൻ്റെ കഴിവിനെ വിലമതിക്കാത്തവർക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ല തമസ്ന അല അഅ്യുനിഹിം, ല തമസ്ന, ല ഈ ലൗ നശാഉ എന്നുള്ള ഷർത്തിൻ്റെ ജവാബിൽ വന്ന ലാമാണ്. ല തമസ്ന, അതിനൊരു തൗക്കീദിൻ്റെ മാന ഉണ്ടാവും. തമസ്ന, തമസ്ന തുടച്ച് നീക്കുക. തമസ്ന, നാം തുടച്ചു നീക്കുമായിരുന്നു. അല അയുനിഹിം അവരുടെ കണ്ണുകൾ.
അയുൻ, ഐനുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം അയുൻ, അയുനിഹിം അവരുടെ കണ്ണുകൾ. അല അയുനിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുകളുടെ മേൽ, അവരുടെ കണ്ണുകളുടെ മേൽ നാം തുടക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചയെ നാം കെടുത്തുമായിരുന്നു എന്നർത്ഥം. അപ്പോൾ വലൗ നശാഉ ലതമസ്ന അല അയുനിഹിം, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ല തമസ്ന നാം തുടച്ച് മാറ്റുമായിരുന്നു അല അയുനിഹിം അവരുടെ കണ്ണുകളുടെ മേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ കഴിയില്ല, ആ കാഴ്ചയെ നാം കെടുത്തുമായിരുന്നു എന്നുള്ള ഉദ്ദേശം. ഫസ്തബഖു സിറാത്ത് ഫഅന്നാ യുബ്സിറൂൻ. ഫസ്തബഖു സിറാത്ത്, ഫ ആതിഫത്തിൻ്റെ ഫ, ഇസ്തബഖു അസിറാത്ത്, ഈ ആതിഫത്തിൻ്റെ വാക്ക് പിന്നെ അപ്പോൾ എന്നിട്ടും എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. എന്നാലും ഇസ്തബഖു അസിറാത്ത്, ഇസ്തബഖു പറഞ്ഞാൽ അവർ കുതിച്ചു ചെല്ലും, മുന്നിട്ട് ചെല്ലും എന്നൊക്കെ അർത്ഥം. ഇസ്തബഖു അവർ മുന്നിട്ട് ചെല്ലും, അവർ മത്സരിച്ച് ചെല്ലും. അസിറാത്ത്, സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി, മാർഗം. ഫഅന്നാ യുബ്സിറൂൻ, ഫ വടി ആതിഫത്താണ്. അന്നാ യുബ്സിറൂൻ, അന്ന എന്ന് പറഞ്ഞാൽ അന്ന എന്നുള്ളതിന് കൈഫ് എന്നർത്ഥം. കൈഫ യുബ്സിറൂൻ, എങ്ങനെ അവർ കാണുവാനാണ്, അതാണ്. യുബ്സിറൂൻ എന്ന് പറഞ്ഞാൽ അവർ കാണുന്നു. അന്ന യുബ്സിറൂൻ എന്ന് പറഞ്ഞാൽ കൈഫ യുബ്സിറൂൻ, അവർ എങ്ങനെ കാണുവാനാണ്. അപ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കണേ, എന്താ അവിടെ ഉദ്ദേശം? അള്ളാഹു പറയാണ് ലൗ നശാഉ ലതമസ്ന അല അയുനിഹിം, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കണ്ണിൻ്റെ മേൽ തുടച്ച്, കണ്ണുകൾക്ക് മേൽ തുടച്ച് അവരുടെ കണ്ണിൻ്റെ കാഴ്ച കെടുത്തുമായിരുന്നു. അങ്ങനെ കാഴ്ച കെടുത്തിയാലും ഫസ്തബഖു സിറാത്ത്, അവർ സഞ്ചരിക്കുന്ന വഴിയിലേക്ക് ചെല്ലും. അവർക്ക് പോകണ്ടേ, അവർക്ക് നടക്കണം, സഞ്ചരിക്കണം. അവർ സഞ്ചരിക്കുന്ന വഴിയിലേക്ക് അവർ ചെല്ലും. അള്ളാഹു പറയാണ് ഫഅന്നാ യുബ്സിറൂൻ, പക്ഷേ അവർ ആ വഴിയിലേക്ക് ചെന്നാലും അള്ളാഹു കാഴ്ച കെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ കാണാനാണ്. എന്തിനാണിത് അവരോട് പറയണത്? അതായത് അവർ നോക്കിക്കാണുന്ന അവരുടെ കണ്ണ്, ആ കണ്ണിൻ്റെ കാഴ്ച കെടുത്തിയിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല കെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ കഴിയില്ല, അവർക്ക് അവരുടെ മാർഗ്ഗേണ പ്രവേശിക്കാനും സാധിക്കില്ല. ഈ യാഥാർത്ഥ്യം അവർക്ക് അറിയാം. അള്ളാഹാണ് അവർക്ക് കണ്ണ് കൊടുത്തത്, അവർക്ക് അള്ളാഹു കണ്ണ് നൽകി, കാഴ്ച നൽകി, ഇതൊക്കെ അവർക്കറിയാം. ആ കാഴ്ച അള്ളാഹു സുബ്ഹാനഹു വതആല കെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരിക്കലും കാണാൻ പറ്റില്ല, അവരുടെ സഞ്ചാര വഴിയിൽ അവർക്ക് പ്രവേശിച്ചിട്ട് സഞ്ചരിക്കാനും കഴിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ കഴിവിനെ അവർ നിഷേധിച്ചപ്പോൾ, എങ്ങനെ നിഷേധിച്ചപ്പോൾ? ഉയർത്തെഴുന്നേൽപ്പും പരലോക വിശ്വാസവും നിഷേധിച്ചപ്പോൾ അതിലൂടെ. ഇനി അള്ളാഹു മറ്റൊരു കാര്യം അവർക്ക് അള്ളാഹുവിൻ്റെ കഴിവിനെ പറ്റി ആലോചിക്കുവാൻ ഉണർത്തുകയാണ്. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം. വലൗ നശ, ഈ വാവ് ഇസ്തീനാഫിൻ്റെ വാവ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഖ്നാഹും അലാ മകാനതിഹിം. ലമസഖ്നാഹും, അവിടെ ലാം അതേപോലെ തന്നെ ജവാബിൽ വന്ന ലാം. മസഖ, മസഖ എന്ന് പറഞ്ഞാൽ രൂപമാറ്റം വരുത്തുക. മസഖ രൂപമാറ്റം വരുത്തുക. മസ്ഖ്, മസഖ രൂപമാറ്റം വരുത്തി. ല മസഖ്ന ഹും, മസഖ്ന നാം രൂപമാറ്റം വരുത്തും, ഹും അവർക്ക്. അല മകാനതിഹിം, അല മകാനതിഹിം, അല മകാനതിഹിം എന്ന് പറഞ്ഞാൽ അല മക്കാനിഹിം അല്ലെങ്കിൽ അല മഖാമിഹിം, അവരുള്ളയിടത്ത്. മക്കാനത്ത് എന്ന് പറഞ്ഞാൽ മഖാം, അവിടെയുള്ള സ്ഥാനം. അപ്പോൾ മക്കാനതിഹിം അവരുള്ള സ്ഥാനം, അവരുടെ സ്ഥാനം, അവരുടെ സ്ഥലം. മക്കാൻ, മക്കാനത്ത്, മഖാം, മഖാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരർത്ഥത്തിനാണ്. അപ്പോൾ വലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഖ്നാഹും അവർക്ക് നാം രൂപമാറ്റം നൽകുമായിരുന്നു, അലാ മകാനതിഹിം അവരുള്ളയിടത്ത് വെച്ച്. അവരെവിടെയാണുള്ളത് അവിടെ അവർക്കൊരു രൂപമാറ്റം നാം നൽകുമായിരുന്നു.
ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജിഊൻ വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജിഊൻ വലൗ നശാഉ ലമസഖ്നാഹും നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം അവർക്ക് രൂപമാറ്റം വരുത്തുമായിരുന്നു അലാ മകാനതിഹിം അവരുള്ളയിടത്ത്. അവരെവിടെയാണുള്ളത്? ഈ മക്കക്കാർ, ബഹുദൈവ വിശ്വാസികൾ, നിഷേധികൾ എവിടെയാണോ അവരുള്ളത് തങ്ങളുള്ളയിടത്ത് വെച്ച് നാം അവർക്ക് രൂപമാറ്റം വരുത്തുമായിരുന്നു. അങ്ങനെ രൂപം മാറ്റി വരുത്തിയാൽ അപ്പോൾ ഫമസ്തതാഉ മുദിയ്യ മസ്തതാഉ അവർക്ക് സാധിക്കുകയില്ല. ഇസ്തതാഅ സാധിച്ചു, ഇസ്തതാഉ അവർക്ക് സാധിച്ചു, മസ്തതാഉ അവർക്ക് സാധിക്കുകയില്ല. മാൻ നാഫിയാണ്, ഈ മാ നാഫിയ, അവർക്ക് സാധിക്കുകയില്ല. മുദിയ്യൻ, മുദിയ്യ എന്ന് പറഞ്ഞാൽ മദ, മദ എന്ന് പറഞ്ഞാൽ പോയി, മുദിയ്യ എന്ന് പറഞ്ഞാൽ പോവുക, മദ. ഫമസ്തതാഉ മുദിയ്യൻ അവർക്ക് പോകാൻ സാധിക്കില്ല, ഉള്ളിടത്തുനിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വലാ യർജിഊൻ, വാവ് ആതിഫിൻ്റെത്, ലാ യർജിഊൻ, യർജിഊൻ എന്ന് പറഞ്ഞാൽ അവർ മടങ്ങുന്നു, ലാ യർജിഊൻ അവർ മടങ്ങുകയുമില്ല, മടങ്ങുകയില്ല, വലാ യർജിഊൻ അവർ മടങ്ങുകയുമില്ല. അപ്പോൾ അവരുള്ളയിടത്ത് വെച്ച് നാം അവർക്ക് രൂപമാറ്റം വരുത്താൻ ഉദ്ദേശിച്ചാൽ രൂപമാറ്റം വരുത്തുമായിരുന്നു. അങ്ങനെ ആയാൽ ഫമസ്തതാഉ മുദിയ്യൻ അവർക്ക് മുന്നോട്ട് പോകാനോ വലാ യർജിഊൻ മടങ്ങാനോ സാധിക്കില്ല. ഒരാളുള്ളിടത്ത് വെച്ചിട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, ഒരു കല്ലാക്കി നോക്കുക, അല്ലെങ്കിൽ ഒരു മരാക്കി നോക്കുക. ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജിഊൻ. ഇതൊക്കെ അവർക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഓരോ അവതരണമാണ്, ചിത്രീകരണമാണ്. വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ. വാവ് ഇസ്തിനാഫിൻ്റെയാണ്. മൻ നുഅമ്മിർഹു, മൻ ഒരുവൻ, നുഅമ്മിർഹു നാം, അമ്മറ യുഅമ്മിറു, അമ്മറ എന്ന് പറഞ്ഞാൽ അതാലൽ ഉമർ, എന്താ ആയുസ് നീട്ടിയിടുക, അതാണ് അതാലൽ ഉമർ, അതാണ് അമ്മറ, അതാലൽ ഉമർ. മൻ നുഅമ്മിർ ഹു ഒരുവൻ, നുഅമ്മിർഹു നാം അവന് ആയുസ് നീട്ടിക്കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നുഅമ്മിറു നാം, മൻ ഷർത്തിയാണ് കേട്ടോ, വല്ലവനും, മൻ നുഅമ്മിർ വല്ലവനും നാം ആയുസ് നീട്ടിയിടുന്നു, ഹു അവന്, എങ്കിൽ അങ്ങനെ ആയുസ് ഇടുന്നുണ്ടെങ്കിൽ നുനക്കിസ്ഹു ഫിൽ ഖൽഖ്, എന്താ നുനക്കിസ്ഹു, നക്കസ യുനക്കിസ് എന്ന് പറഞ്ഞാൽ നുഖല്ലിബ്, നക്കസ എന്ന് പറഞ്ഞാൽ ഖല്ലബ എന്നർത്ഥം. നക്കസ എന്നാൽ ഖല്ലബ, മറിക്കുക. അപ്പോൾ മൻ നുഅമ്മിർഹു വല്ലവനും നാം ആയുസ് നീട്ടിക്കൊടുക്കുന്നുവെങ്കിൽ നുനക്കിസ്ഹു നാം അവനെ കീഴ്മേൽ മറിക്കുന്നു, നാം അവനെ മറിക്കുന്നു, ഫിൽ ഖൽഖ് അവൻ്റെ സൃഷ്ടിപ്പിൽ, നുനക്കിസ്ഹു ഫിൽ ഖൽഖ് സൃഷ്ടിപ്പിൽ നാം അവനെ നുഖല്ലിബുഹു മറിക്കുന്നു, മാറ്റി മറിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം പറയാം. അഫലാ യഅഖിലൂൻ, അഫലാ യഅഖിലൂൻ, എന്താ യഅഖിലൂൻ അവർ ചിന്തിക്കുന്നു, ലാ യഅഖിലൂൻ അവർ ചിന്തിക്കുന്നില്ല. അതിന് മുമ്പിൽ ആര് വന്ന്? വന്ന് അലാ യഅഖിലൂൻ എന്താ അവർ ചിന്തിക്കുന്നില്ലേ. ഫ ആതിഫത്താണ്. ഫ അലാ യഅഖിലൂൻ എന്നാണ് ഫ, ഈ ആൻ്റെ മുന്നിലാണ് അതിൻ്റെ സ്ഥാനം. പക്ഷേ ഈ ഹംസ അൽ ഇസ്തിഫാം അതിന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല ഒരു സദാറത്തുള്ളത് കൊണ്ട് അഫലാ യഅഖിലൂൻ അവർ ചിന്തിക്കുന്നില്ലേ, ഫ ആതിഫത്താണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നില്ലേ. എന്താ അവിടെ ഉദ്ദേശം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്
മന്നു അമ്മിരുഹു അമന്നു അമ്മിരുഹു, വല്ലവനും നാം ആയുസ് നീട്ടിയിടുകയാണ് എങ്കിൽ നുനക്കിസ് ഫിൽ ഖൽഖ്, സൃഷ്ടിപ്പിൽ നമ്മൾ അവൻ എന്ത് ചെയ്യണേ, മറിക്കുക ചെയ്യണത്, തലകീഴ്മേൽ മറിക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ ഉദ്ദേശം ഒരാൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകിയിട്ടുണ്ടെങ്കിൽ ജനിക്കുമ്പോൾ ഒരുത്തൻ്റെ അവസ്ഥ എന്താ, ബുദ്ധിയില്ല, വിവേകമില്ല, ഒന്നുമില്ല, നഗ്നത വരെ മറക്കാൻ കഴിയില്ല അല്ലേ. അത് ഒരാൾ വാർദ്ധക്യം പൂണ്ട അതിൻ്റെ അങ്ങേയറ്റത്തെത്തിയാലോ, പറ്റ വയസ്സായിട്ടുണ്ടെങ്കിൽ അതേപോലെയാണ്, ഒന്നും അറിയില്ല. മിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളിൽ അർദലുൽ ഉമറിലേക്ക് മടക്കപ്പെടുന്നവരുണ്ട്. അങ്ങനെ മടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനിക്ക് യാതൊന്നും അറിയില്ല എന്നാണ്. യാതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയായിരിക്കുമ്പോൾ എങ്ങനെയായിരുന്ന പ്രകൃതി അതേപോലെയാണ്, ഔറത്ത് മറക്കാനും അറിയില്ല, അതേപോലെ തന്നെ വകതിരിവുമില്ല, ആ രീതിയിൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ, അള്ളാഹുവേ അർദലുൽ ഉമറിലേക്ക് ഞാൻ മടക്കപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, രക്ഷ തേടുന്നു. കാരണം അർദലുൽ ഉമറിലേക്ക് മടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി, പറ്റേ ബോധമല്ല, അന്തല്ല, ഒന്നുമില്ല. അപ്പോൾ അതാണ് പിന്നെ അതാണ് വമൻ അമ്മിർഹു, വല്ലവർക്കും അള്ളാഹു ആയുസ് നന്നായി നീട്ടിക്കൊടുക്കുകയാണ് എങ്കിൽ നുനക്കിസ് ഫിൽ ഖൽഖ്, സൃഷ്ടിപ്പിൽ നാം അവനെ തലക്കീഴ്മേൽ മറിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മിൻ അൻ ഉറദ്ദ ഇലാ അർദൽ ഉമർ, അല്ലാഹുമ്മ അങ്ങനെ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. ആയുസിൻ്റെ ഏറ്റവും റദീൽ, മോശമായ ഘട്ടം, അതാണ് പുരുഷായുസിലെ ഏറ്റവും മോശമായ ഘട്ടമാണ് എന്ത്, വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഘട്ടം. ശൈശവത്തിൽ എന്തില്ല, വിധിവിലക്കുകളൊന്നുമില്ല. പക്ഷേ ഇവിടെ ബോധമുണ്ടെങ്കിൽ വിധിവിലക്കുകളുണ്ട്. ഒരു ശിശു നഗ്നത മറച്ചില്ല വെച്ചിട്ട് പ്രശ്നമല്ല, പക്ഷേ വയസ്സായ ഒരാൾ മറച്ചില്ലെങ്കിൽ അപ്പോൾ അത് വാർദ്ധക്യത്തിൻ്റെ ഏറ്റവും പുരുഷായുസിൻ്റെ ഏറ്റവും മോശമായ ഘട്ടമാണ് അർദലുൽ ഉമർ. അതിലേക്കൊരാൾ മടക്കപ്പെടുക എന്നുള്ളത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്. വമൻ നുഅമ്മിർഹു, ഒരുത്തന് നാം ആയുസ് നീട്ടിയിടുകയാണ് എങ്കിൽ നുനക്കിസു ഫിൽ ഖൽഖ്, സൃഷ്ടിപ്പിൽ അല്ലെങ്കിൽ അവൻ്റെ പ്രകൃതിയിൽ നാം അവനെ പിന്നെ എന്താണ് പറയുക, മഖ്ലൂബാക്കാണ്, മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്, തലകിൽ മേൽ മറിക്കുകയാണ് ചെയ്യുന്നത്. അഫലാ യഅഖിലൂൻ, അതവർ ചിന്തിക്കുന്നില്ലേ. അപ്പോൾ ആരാണ് ഇങ്ങനെ പിന്നെ ആയുസ് നീട്ടിയിട്ടുള്ളത്, ആയുസ് നീട്ടിയിട്ട് മനുഷ്യന് ഈ രീതിയിലുള്ള ഒരു പ്രകൃതം നൽകണം? ഇതൊക്കെ അള്ളയാണ്. അതൊക്കെ അംഗീകരിക്കുന്നവരാണ് അവർ. അങ്ങനെ അതിനൊക്കെ സാധിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മരിച്ച മനുഷ്യന്മാരെ ജീവിപ്പിക്കുവാനും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും വിചാരണയുടെ വേദിയിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ അവരുടെ വായകൾക്ക് സീല് വെക്കുവാനും അവരുടെ കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുവാനും അവരുടെ കാലുകളെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കുവാനൊക്കെ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവതരണത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ അവർക്ക് അറിയുന്ന വിഷയങ്ങളാണ്. വലൗ നശാഉ ലതമസ്നാ അലാ അയുനിഹിം ഫസ്തബഖു സിറാത്ത് ഫഅന്നാ യുബ്സിറൂൻ വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജിഊൻ. അള്ളാഹു അവർക്ക് ഉദ്ദേശിച്ച അവരുടെ കണ്ണിൻ്റെ കാഴ്ച തുടക്കും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റൂല. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുള്ളിടത്ത് വെച്ചിട്ട് അവരെ രൂപം മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ടായാനോ പിന്നോട്ട് പോകാനോ സാധിക്കാത്ത വിധം അവർക്ക് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി തീർക്കും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളും. ഈ ഖുബൈബ് ബിൻ അദീനെ അതേപോലെ തന്നെ സെയ്ദ് ബിൻ ദുസന്നയെ രണ്ടാളെയും ഈ തനഈമിലേക്ക് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുണ്ട്. ഹറമിൽ നിന്ന് സെയ്ദ് ബിൻ ദുസന്നയെയും ഖുബൈബ് ബിൻ അദീനെയും അബൂ സുഫിയാനും കൂട്ടരും തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവാണ്. മനസ്സിലായി? അപ്പോൾ ആ സമയത്ത് ചരിത്രത്തിൽ കാണാം ഇവർ ദുആ ചെയ്യുന്നുണ്ട് ഇവർക്കെതിരിൽ. അവിടെ വെച്ചിട്ട് ഇവർ തൂക്കിക്കൊല്ലാൻ പോവാണ്. അപ്പോൾ
അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുൻ്റെ റസൂലിനോട് ഞങ്ങളുടെ സലാം അള്ളാഹുൻ്റെ റസൂലിന് എത്തിക്കണം. പിന്നെ എന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ അവിടെ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹു മഖ്തുലുഹും ബദദ, അവരെ അള്ളാഹു നീ വരെ നശിപ്പിക്കണമേ. അതേപോലെ തന്നെ വലാ തുഗാദിർ മിൻഹും അഹദ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഹുബൈബും സെയ്ദ് ബിൻ സെന്നയും ദുആ ചെയ്യുമ്പോൾ അബൂ സുഫിയാൻ പിന്നെ മുആവിയനെ കൂടെ മുആവിയനെ നിലത്ത് കിടത്തുന്നുണ്ട്. അവർ ആ സമയത്ത് നിലത്ത് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിലത്ത് വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷ തങ്ങൾ കേൾക്കില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എതിരിൽ ദുആ ചെയ്യണത് അവർക്കെല്ലാം കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരങ്ങനെ ചെയ്യണത്. പിന്നെ അബൂ സുഫിയാൻ മുആവിയനെ നിലത്ത് കിടത്തുന്നുണ്ട്, മണ്ണോട് പറ്റി കിടത്തുന്നുണ്ട്. അതെന്തിനാ? അള്ളാഹിൻ്റെ ശിക്ഷ പിന്നെ അവർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതായ അറിയിപ്പുകൾ അത് ശരിക്കും എന്ത് ചെയ്യും, അവരിൽ സ്വാധീനിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ അവരുടെ ഈ പിന്നെ കളിയാക്കലിനും അള്ളാഹുവിൻ്റെ കഴിവിനെ നിഷേധിക്കുന്നതിനും ഒക്കെ ഈ രീതിയിൽ അവതരണം അള്ളാഹു കൊണ്ടുവരുന്നത്. തയ്യബ്. പിന്നെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് പറയാനുള്ളൊരു സംഗതിയാണ്, റസൂലുള്ള ഷായിറാണ്, കവിയാണ്. ഇതൊക്കെ ഒരു പിന്നെ കവിയുടെ കവിതയാണ്. ഷായിറും മജ്നൂൻ, ഭ്രാന്തനായ ഒരു കവിയാണ് മുഹമ്മദ് എന്നുള്ളതാണ്. ഈ സുന്ദരമായ വചനങ്ങൾ കേൾക്കുമ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നത് എന്താ? മുഹമ്മദ് നബി പിന്നെ കവിയാണ് എന്നുള്ളതാണ്. ചില മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവർ വന്നിട്ട് പറഞ്ഞ് മുഹമ്മദ് എന്താണ്, കവിയാണ്, ഷായിറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ജൽപ്പനത്തെ ഇവിടെ ഗണ്ണിക്കുകയും അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്യാണ്. വമാ അല്ലംനാഹു ശിഅർ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ ലിയുൻദിറ മൻ കാന ഹയ്യം വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. എന്താ വമാ അല്ലംനാഹു ശിഅർ? ഇവിടെ വാവ് ഒരു പുതിയ വിഷയം തുടങ്ങുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇസ്തിനാഫിൻ്റെ വാവ്. മാ അല്ലംനാഹു, അള്ളാഹു പറയണം മാ അല്ലംന, മാ നാഫിയാണ്. അല്ലംന നാം പഠിപ്പിച്ചു, അല്ലംനാഹു അദ്ദേഹത്തെ നാം പഠിപ്പിച്ചു, മാ അല്ലംനാഹു അദ്ദേഹത്തെ നാം പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പഠിപ്പിച്ചിട്ടില്ല. എന്ത് പഠിപ്പിച്ചിട്ടില്ല? അശ്ശിഅർ, ഷെയർ. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? കവിത. ഷെയർ, അഷ്ആർ, കവിതകൾ, കവിത. മാ അല്ലംനാഹു ശിഅർ, മുഹമ്മദ് നബിയെ നാം കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യൻബഗി ലഹു, വ അത്ഫിൻ്റെത് വ, മാ യൻബഗി ലഹു, ലാ യൻബഗി ലഹു എന്ന് പറഞ്ഞാൽ ലാ യൻബഗി അശ്ശിഅറു ലഹു എന്ന് പറഞ്ഞാൽ എന്താ? മാ യൻബഗി കവിത പാടുള്ളതും അല്ല, അല്ലെങ്കിൽ കവിത സാധുവാകുന്നതുമല്ല. മാ യൻബഗി എന്ന് പറഞ്ഞാൽ മാ യസിഹു എന്നുള്ള അർത്ഥത്തിലാണ്. മാ യസിഹു എന്ന് പറഞ്ഞാൽ സംഗതമല്ല, സാധുവാകുന്നതല്ല. വമാ യൻബഗി കവിത സാധുവാകുന്നതല്ല, അല്ലെങ്കിൽ സംഗതമല്ല. ലഹു ലി മുഹമ്മദ് എന്നർത്ഥം, മുഹമ്മദ് നബിക്ക്. അപ്പോൾ മാ അല്ലംനാഹു ശിഅർ, മുഹമ്മദ് നബിക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യൻബഗി ലഹു, കവിത ചൊല്ലുക എന്നുള്ളത് അല്ലെങ്കിൽ കവിത എന്നുള്ളത് അത് മുഹമ്മദ് നബിക്ക് മാ യസിഹു, സാധുവല്ല, സംഗതമല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. ഇൻഹു, ഇൻഹു പറഞ്ഞാൽ മാ ഹുവ, ഇത് അല്ല. ഇൻ ഹുവ ഇത് അല്ല. ഇല്ലാ ദിക്റുൻ, ഇല്ലാ ദിക്റുൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ഇളത്തുൻ, ഉത്ബോധനമല്ലാതെ. ദിക്റു എന്ന് പറഞ്ഞാൽ ഇളത്ത്, ഉത്ബോധനം. ഇൻഹുവ ഇല്ലാ ഇളത്തുൻ, ഇൻഹുവ ഇല്ലാ ദിക്റു എന്ന ഉത്ബോധനമല്ലാതെയല്ല. വ ഖുർആനും മുബീൻ, വാവ് ആത്തിഫിൻ്റെത്. ഖുർആനും മുബീൻ, വ്യക്തമായ ഖുർആൻ, ഖുർആനുമല്ലാതെയല്ല. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്തിട്ട് അവരെ ഉത്ബോധിപ്പിക്കുമ്പോൾ അവരിലൊരു വിഭാഗം ആളുകൾ വന്നിട്ട്, ചിലർ പറഞ്ഞാൽ ആസിബ് ബിൻ വായിലാണ്, ചിലർ പറഞ്ഞാൽ ഉഖ്ബത്ത് ബിൻ അബി മുആയിത്താണ്, ചിലർ പറഞ്ഞത് അബൂജഹലാണ്. ഏതായാലും ഖുറൈശികളിൽ ഒരു പറ്റ ആളുകൾ വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് കവിയാണ്
മുഹമ്മദ് പറയുന്നത് കവിതയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി കൊടുക്കുകയാണ്, വമാ അല്ലംനാഹു ഷിർ, നാം മുഹമ്മദ് നബിയെ കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗി ലഹു, കവിത എന്നുള്ള ഇത് മുഹമ്മദ് നബിക്ക് സംഗതമല്ല, സാധുവല്ല. മുഹമ്മദ് നബി ഓതുന്ന ഈ വചനങ്ങൾ ഇൻ ഹുവ, അത് അല്ല, ഇല്ലാ ദിക്റുൻ, ഉത്ബോധനമല്ലാതെ, വ ഖുർആനുൻ മുബീൻ, സുവ്യക്തമായ ഖുർആനും അല്ലാതെ. എന്താ കവിത? എന്താ കവിത? കവിത എന്താ? എന്താ കവിതൻ്റെ പ്രത്യേകത? സാഹിത്യം, അതിൽ നദുമുണ്ട് നസറുണ്ട്. നദും എന്ന് പറഞ്ഞാൽ പിന്നെ പദ്യമാണ്, നസർ എന്ന് പറഞ്ഞാൽ ഗദ്യമാണ്. ഖുർആൻ ഗദ്യമാണോ നസറാണോ? നസർ എന്ന് പറഞ്ഞാൽ ഗദ്യം, നദും എന്ന് പറഞ്ഞാൽ പദ്യം. ഖുർആൻ നസറാണോ? ഗദ്യമാകുമെന്നാ? ഗദ്യം പറച്ചിലാണ് അല്ലേ? ഖുർആൻ ഇങ്ങനെ പറയുന്ന സംഗതിയാ അല്ല. നളുമോ? നളുമ പദ്യമാണ്. പദ്യം അത് പിന്നെ പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ വായനയും. വിശുദ്ധ ഖുർആൻ നസറു ആണോ നളുമാണോ? വിശുദ്ധ ഖുർആൻ നസറും അല്ല നളുമും അല്ല. വിശുദ്ധ ഖുർആൻ ഖുർആനാണ്. ഖുർആൻ എന്താണ്? ഖുർആൻ ഖുർആനാണ്. ഖുർആനിന് ഖുർആൻ അല്ലാതൊരു പേരുമില്ല. ഖുർആനിന് നസർ എന്ന് പറയാവതല്ല, നളുമ് എന്ന് പറയാൻ പാടുള്ളതല്ല. ഖുർആൻ എന്ന് എന്തേ പറയാൻ പാടുള്ളൂ? ഖുർആൻ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഖുർആൻ്റേത് പ്രത്യേക ശൈലിയാണ്, പ്രത്യേക രീതിയാണ്. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അതിന് പേര് ഖുർആൻ എന്ന് മാത്രമാണ്. ഖുർആൻ എന്ന് മാത്രമാണ്. ഇവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്യുന്നത് ഷിർ എന്നാണ് അവർ പറഞ്ഞത്, കവിത എന്ന്. യഥാർത്ഥത്തിൽ അവർക്കറിയാം ഇത് ഒരിക്കലും ഷിർ അല്ല എന്ന് ഖുർആൻ. കാരണം ഷിർ എന്ന് പറഞ്ഞാൽ പ്രത്യേക വൃത്തവും പ്രാസവും ഒപ്പിച്ച് ചില വരികളുണ്ടാക്കും, വാചകഘടനയുണ്ടാക്കും, എന്നിട്ടാണ് അതിനൊരാശയം. ആശയം അതാണ് ശരി കവിത. അവരുദ്ദേശിക്കുന്ന വൃത്തവും പ്രാസവും ഒന്നും ഇവിടെ ഇല്ല, ഖുർആനിലില്ല. അറബി കവിതകൾ പിന്നെ പണ്ട് കാലം മുതലേ കവിതകളുണ്ട്. പക്ഷേ എല്ലാ കവിതകൾക്കും എന്തുണ്ട്? ഒരു പ്രത്യേക പിന്നെ ഈ ഹറക്കത്തും സക്കനത്തും ഉണ്ട്. ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ താളാത്മകത ഉണ്ട്. ഈ ഹറക്കത്ത് സക്കനത്ത്. അപ്പോൾ ഈ പിന്നെ ആ ഹറക്കത്തും സക്കനത്തും അതിനനുസരിച്ചാണ് കവിതകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ താളാത്മകതയെ പരിഗണിച്ചിട്ട് വൃത്തങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് പിൽക്കാലത്താണ്. ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി എന്ന് പറയുന്ന വ്യക്തിയാണ് അറബിയിൽ ഭാഷയിലെ പിന്നെ ഈ ഇതുണ്ടല്ലോ പിന്നെ വൃത്തങ്ങളെ ക്രോഡീകരിച്ചത് 15 വൃത്തങ്ങൾ. പക്ഷേ അതൊരു കലയായിട്ട് അല്ലെങ്കിൽ അതൊരു പിന്നെ ഒരു വിജ്ഞാനമായിട്ട് ക്രോഡീകരിച്ചത് പിൽക്കാലത്താണെങ്കിലും പണ്ട് കാലം മുതലേ കവിതകൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്തുണ്ട്? അതിനൊരു പ്രത്യേക താളാത്മകതയാണ്. ഇപ്പം പിന്നെ ഏറ്റവും പ്രസിദ്ധമായ കവിതയാണ് ഖിഫാ നബിക്ക് മിൻ ദിക്റ ഹബീബി വ മൻസിലി ഇമ്രാൽ ഖൈസിൻ്റെ മുഅല്ലഖ. എല്ലാ കവിതയിലും കാണാം പിന്നെ ഹറക്കത്തും സക്കനത്തും കൃത്യമായിട്ടാണ്. ഇപ്പോൾ ഫഊലുൻ അങ്ങനെയാണ്, ഫഊലുൻ മഫാഇലുൻ. ഉണ്ടാ ഇത് ഇത് ഹർക്കത്താണ്, ഇത് സുക്കൂനാണ്. ഇവിടെ ഹർക്കത്താണ്, ഇവിടെ സുക്കൂനാണ്. ഇങ്ങനെ ഒരു പ്രത്യേക താളത്തിലാണ്. കവിതനോട് യാതൊരു താല്പര്യമില്ല ഒന്നല്ലേ, കവിതൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു വയ്ക്കണേ. തയ്യബ് മാഫി മുഷ്കിൽ. പിന്നെ ഏതായാലും പിന്നെ ഇപ്പം ഈ പ്രത്യേക താളാത്മകതയുള്ളത് കാരണത്താൽ കവിതകൾ എപ്പോഴും എന്തായിരിക്കും? കവിതകൾ ഒരു പ്രത്യേക താളാത്മകതയിൽ അത് ക്രോഡീകരിക്കപ്പെടുകയും പിന്നെ അതിനൊരാശയം കൈവരികയാണ് ചെയ്യുക.
ആ രീതിയിലുള്ളൊരു വർത്തമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഇപ്പോൾ ഈ അറബി ഭാഷയിൽ ഇപ്പോൾ തവീൽ, അതേപോലെ തന്നെ മദീദ്, അതേപോലെ തന്നെ പിന്നെ കാമിൽ തുടങ്ങി ഇങ്ങനെ കുറേ പിന്നെ വൃത്തങ്ങളുണ്ട്. ആ വൃത്തങ്ങൾ അതിന് 15 ആ 15 വൃത്തങ്ങളിൽ ഒതുങ്ങിയ കവിതകളാണ് അറബി ഭാഷയിലുള്ളത്. പക്ഷേ ആ വൃത്തങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ ഒരിക്കലും അതിന് ഒതുങ്ങുന്നതല്ല. പ്രത്യേക പ്രാസത്തിൽ വൃത്തത്തിൽ രചിക്കുന്ന രചനയാണ് കവിത. അതിനൊരിക്കലും കീഴ്പ്പെട്ടതല്ല വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ. അത് അവർക്കറിയാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാണ്, വമാ അല്ലംനാഹു ശിഅർ. മുഹമ്മദ് നബിയെ നാം എന്ത് പഠിപ്പിച്ചിട്ടില്ല? കവിത പഠിപ്പിച്ചിട്ടില്ല. കവിത എന്ന് പറഞ്ഞാൽ ഓലൊക്കെ ചെല്ലുന്നതാണ്, മക്കക്കാർ ഒക്കെ ചെല്ലുന്നതാണ്. അവർ കവികളാണ്, അറിയപ്പെട്ട കവികളാണ് അന്ന് ജീവിച്ചിരുന്നത്. വമാ യംബഗീ ലഹു, കവിത അത് മുഹമ്മദ് നബിക്ക് സംഗതമല്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സാധുവല്ലേ. മാ യസിഹു ലഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവിത പാടിയിട്ടുണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവരുടെ കവിത പാടിയിട്ടുണ്ട്, മറ്റുള്ളവരുടെ കവിത കേട്ടിട്ടുണ്ട്. കവിത കേൾക്കുന്നത് റസൂലുള്ളാഹിക്ക് ഒരു ഇമ്പമായിരുന്നു. അതുകൊണ്ടാണ് നാബിഗത്തുൽ ജഅദി കവിത പാടിയപ്പോൾ റസൂലുള്ളാഹി വീണ്ടും വീണ്ടും കവിത ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ പിന്നെ ഒരു കവിത സയഅതീക ബിൽ അഖ്ബാരി മല്ലൻ തുസവ്വിദി സതുബ്ദി ലക്കൽ അയ്യാമു മാ കുൻത ജാഹില വയഅതീക ബിൽ അഖ്ബാരി മല്ലൻ തുസവ്വിദി എന്നുള്ള കവിത കേട്ടപ്പോൾ റസൂലുള്ളാഹി വയഅതീക ബിൽ അഖ്ബാരി മല്ലൻ തുസവ്വിദി എന്നുള്ള അതിൻ്റെ 2ാം ഭാഗം പാടിക്കൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ കവിത മറ്റുള്ളവരുടേത് റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വകയായിട്ട് എന്ത് ചെയ്തില്ല? കവിത പാടിയില്ല. കവിത ഇപ്പോൾ പിന്നെ വരി റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നത് അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ നബിയാണ്. ലാ കദിബ്, അത് കളവല്ല. അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. ഇത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടിയ കവിത അല്ലേ എന്നാണ്. ശരിക്കും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബികൾ കവിത പാടിയതുപോലെ ഒരു പ്രത്യേക വൃത്തവും അതേപോലെ തന്നെ ഒരു പ്രത്യേക പിന്നെ പ്രാസവും ഒപ്പിച്ച് പറഞ്ഞ വരിയല്ല. പിന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞ ഒരു പ്രയോഗമാണ്. ഹുനൈൻ യുദ്ധവേളയിൽ അനൻ നബി ലാ ഖദീബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് ആവേശം കൂട്ടിയ ഒരു വരിയാണ്. മനസ്സിലായി? ഇത് ഒരു കവിത അല്ല. ഏതായാലും ഇത് റസൂലുള്ളാഹി പാടിയ ഒരു കവിതയായിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. കാരണം വമാ യംബഗീ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ യസിഹു ലഹു, കവിത അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധുവല്ല, സംഗതമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പാരായണം ചെയ്യുന്നത് അതെന്താണ്? ഇല്ലാ ദിക്റുൻ, അതൊരു ഉത്ബോധനമാണ്. വ ഖുർആനും മുബീൻ, സുവ്യക്തമായിട്ടുള്ള ഖുർആൻ പാരായണവുമാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് അവർ കാഹിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ജ്യോത്സ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റസൂലുള്ളാഹിനെ കുറിച്ച് സാഹിർ, മാരണക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും റസൂലുള്ളാഹിനെ കുറിച്ച് അല്ലാഹു വമാ അല്ലംനാഹു സിഹർ വമാ യംബഗീ ലഹു എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ വമാ അല്ലംനാഹുൽ കഹാന വമാ യംബഗീ ലഹു, ജ്യോത്സ്യം നാം നബിയെ പഠിപ്പിച്ചിട്ടില്ല, ജ്യോത്സ്യം നബിക്ക് ഭൂഷണമല്ല. അല്ലെങ്കിൽ മാരണം നാം നബിയെ പഠിപ്പിച്ചിട്ടില്ല, മാരണം നബിക്ക് ഭൂഷണമല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു മറുപടി കൊടുത്തിട്ടില്ല. എന്തിൻ്റെ വിഷയത്തിലേ മറുപടി കൊടുത്തിട്ടുള്ളൂ? ഷെയറിൻ്റെ വിഷയത്തിലേ മറുപടി കൊടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ട്? അതായത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ നബിമാരുടെ കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ പറയുമ്പോഴായിരുന്നു അവർ മുഹമ്മദ് നബി ജ്യോത്സ്യനാണെന്ന് പറഞ്ഞിരുന്നത്, കാഹിൻ എന്ന് പറഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രൻ പിളർത്തുക, അതേപോലെ തന്നെ അങ്ങനത്തെ അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴായിരുന്നു അവർ സിഹ്റും മുസ്തമിർ, സാഹിർ എന്ന് പറഞ്ഞിരുന്നത്. മനസ്സിലായോ?
അതൊന്നും അവരോട് ചെയ്യാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞിട്ടില്ല. ഇതാ ഞാൻ ചന്ദ്രൻ പിളർത്തി നിങ്ങൾ പിളർത്തി എന്ന് പറഞ്ഞിട്ടില്ല. ഞാനിതാ പൂർവ്വകാലത്തുള്ളവരുടെ കഥ പറഞ്ഞെന്ന് നിങ്ങളത് പറയും, ഇത് റസൂലുള്ള പറഞ്ഞിട്ടില്ല. എന്നാൽ ഖുർആൻ ഓതിയപ്പോൾ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടിരുന്നു കണ്ടോ. അപ്പോഴാണ് അവരെന്ത് പറഞ്ഞത്, ഷായർ, ഇത് ഷായറാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്ത് വെല്ലുവിളി ഇതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് അവർ കവി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് വമാ അല്ലംനാഹു ഷിഅർ വമാ യംബഗി ലഹു എന്നുള്ള പ്രതികരണം അള്ളാഹുവിൽ നിന്നുണ്ടായത്. മനസ്സിലായോ? അമവി ഖിലാഫത്തിൽ ഖലീഫ മഅ്മൂൻ്റെ മുന്നിൽ നടന്നൊരു സംഭാഷണമുണ്ട്. ഖലീഫ മഅ്മൂൻ അബ്ബാസികളിൽ 7ാമത്തെ ഖലീഫയാണ്, 7ാം ഖലീഫ. അപ്പോൾ ഖലീഫ മഅ്മൂൻ വിശ്വാസപരമായിട്ട് കുറേ പെശകുള്ള ആളാണെങ്കിലും നല്ല ബുദ്ധിജീവിയായിരുന്നു, അറബി സാഹിത്യത്തിൽ ഒരു പ്രാവീണ്യനായിരുന്നു. അപ്പോൾ അബു അലി അൽ മിൻഖരി എന്ന് പറഞ്ഞിട്ടൊരു ഒരു കൊട്ടാരത്തിലൊക്കെ വന്ന് കയറുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു മഅ്മൂന്, അബു അലി അൽ മിൻഖരി. അപ്പോൾ ഒരിക്കൽ ഖലീഫ മഅ്മൂൻ അബു അലിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബു അലി നിങ്ങൾക്ക് 3 ന്യൂനത ഉണ്ട്, കുറവുണ്ട്. എന്താ 3 കുറവുകൾ? ഒന്ന്, നിങ്ങൾക്ക് സംസാരം പിഴക്കും, അറബി ഭാഷയിൽ നേർക്ക് സംസാരിക്കാൻ അറിയില്ല. 2, നിങ്ങൾക്ക് കവിത അറിയില്ല. 3ാമത്തേത്, നിങ്ങൾക്ക് എഴുത്തും അറിയില്ല, നേരാവിധ എഴുതാനും അറിയില്ല എന്ന് പറഞ്ഞു. ഇത് ഖലീഫ മഅ്മൂൻ പറഞ്ഞപ്പോൾ അബു അലി പ്രതികരിച്ച്, ലഹൻ സംസാരത്തിൽ പിഴവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്, ഒരു വേള എൻ്റെ നാവ് മുൻകടക്കും, അപ്പോൾ പിഴക്കും, അതിൽ ഞാൻ സമ്മതിക്കാം. പക്ഷേ എനിക്ക് കവിത അറിയില്ല, എനിക്ക് എഴുത്തറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ പഠിക്കാതിരിക്കണം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നേക്കാൾ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കവിത പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തും അറിയില്ലായിരുന്നു. മനസ്സിലായോ? മാ കുൻത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്. ഇതിനു മുമ്പും പ്രവാചകരെ നിങ്ങളൊരു ഗ്രന്ഥം വായിക്കുമായിരുന്നില്ല. വലാ തഖുത്തുഹു ബിയമീനിക്, നിങ്ങളുടെ വലത് കൈ കൊണ്ട് നിങ്ങൾ എഴുതുകയും ചെയ്യുമായിരുന്നില്ല. അത് അള്ളാഹു പറയാണ്, റസൂലുള്ളാഹി എഴുതുമായിരുന്നില്ല. അതേപോലെ തന്നെ വമാ അല്ലംനാഹു ഷിഅർ വമാ യംബഗി ലഹു. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നേക്കാൾ ശ്രേഷ്ഠനായ മുഹമ്മദ് നബിയാണ്. തിരുനബി കവിത ചൊല്ലിയിരുന്നില്ല, തിരുനബി എഴുതുകയും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എഴുതാതിരിക്കണതാണ്, ഞാൻ കവിത ചൊല്ലാതിരിക്കണതാണ് എന്ന് മഅ്മൂനോട് അബു അലി അൽ മിൻഖരി പ്രതികരിച്ചു. അപ്പം മഅ്മൂൻ പറയാണ്, നിങ്ങൾക്ക് 3 അയ്ബായിരുന്നു ഞാൻ കണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ 4ാമതൊരു അയ്ബും കൂടി ഉണ്ട്, അത് ജഹൽ. എന്താ ജഹൽ? വിവരക്കേട്. ഈ 3 കൂടി നിങ്ങൾക്ക് ജഹലും കൂടി ഉണ്ട്, വിവരക്കേടും കൂടി ഉണ്ട് എന്നുള്ള വിധി ഞാൻ തരികയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കവിത അറിയുമായിരുന്നില്ല എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്ത് അറിയുമായിരുന്നില്ല എന്നുള്ളതും ഫളീലത്താണ്, ശ്രേഷ്ഠതയാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവിത ചൊല്ലുന്ന ആളായിരുന്നുവെങ്കിൽ ഖുറൈശികൾ ഇതൊരിക്കലും കൂട്ടാക്കൂല. പണ്ടേ കവിത ചൊല്ലുന്ന ആളാണ്. ഇപ്പോൾ പുതിയ കുറച്ച് കവിതകൾ കൊണ്ടുവന്നു എന്ന് പറയും. എഴുതിയിരുന്നുവെങ്കിൽ നല്ല എഴുത്തിൽ അഭ്യസ്ത വിദ്യനാണ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം എഴുതാത്ത ആളുകളുടെ നാടാണ്. അതുകൊണ്ട് എഴുത്തൊക്കെ അറിയുന്ന ആളായതുകൊണ്ട് മറ്റിടത്തുനിന്നൊക്കെ പോയി പഠിച്ച് വന്നിട്ട് എഴുതിയിട്ട് കൊണ്ടുവന്ന് പറയുകയാണ് എന്ന് മക്കാർ പറയും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തറിയാത്ത ആളായിരുന്നു, കവിത ചെല്ലാത്ത ആളായിരുന്നു എന്നുള്ളത് മുഹമ്മദ് നബിക്ക് ഫളീലത്താണ്. എന്നാൽ മുഹമ്മദ് നബി അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതെന്താ? അതൊരു ഐബാണ്, കുറവാണ്. എഴുത്തറിയില്ല, കവിത അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അത് കുറവാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, നിങ്ങൾക്ക് 4ാമതൊരു ഐബും കൂടി ഉണ്ട്, അതെന്താണ്? ജഹാലത്താണ് എന്ന് ഖലീഫ മഅ്മൂൻ അബു അലി അൽ മിൻഖരിയോട് പറഞ്ഞതാണ്. ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കവിത അറിയില്ല എന്നുള്ളത് എന്തല്ല, റസൂലുള്ളാഹിക്ക് അതൊരു കുറവല്ല, പ്രത്യുത റസൂലുള്ളാഹിക്ക് അതെന്താണ്? അതൊരു ഫളീലത്താണ്, ശ്രേഷ്ഠതയാണ്. അതേപോലെ റസൂലുള്ളാഹിക്ക് എഴുത്തറിയുമായിരുന്നില്ല എന്നുള്ളത് അത് റസൂലുള്ളാഹിക്ക് എന്താണ്? അതൊരു ഫളീലത്താണ്, ശ്രേഷ്ഠതയാണ്, അതെന്തല്ല, ഒരു കുറവല്ല. വമാ അല്ലംനാഹു ഷിഅർ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. അവിടെ കവിത അറിയില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് എന്ത്? ഫضൽ, മഹത്വം, ശ്രേഷ്ഠത. അതേസമയം ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കവിത എന്നുള്ളത് എന്താണ്? അവർക്ക് ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് ഷെയറിനെ കുറിച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ പറഞ്ഞിരുന്നത് ദീവാനുൽ അറബ് എന്നാണ്. അറബികളുടെ ദീവാനാണ് കവിത എന്നാണ്. ദീവാൻ എന്ന് പറഞ്ഞാൽ എന്താ?
ദീവാനുൽ അറബ്, അറബികളുടെ പിന്നെ സമാഹാരം, കാവ്യ സമാഹാരം എന്ന് പിന്നെ ഷെയറിന് പിന്നെ അമീറുൽ മുഅ്മിനീൻ ഉമർ പേരിട്ടിരുന്നു. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ഉമർ പറഞ്ഞിരുന്നു അറബികളുടെ ദീവാന് പഠിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് പിന്നെ കവിതയ്ക്ക് വലിയ സ്ഥാനമായിരുന്നു അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നല്ല കവിതകൾ അവർ സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുമായിരുന്നു. എന്നിട്ട് നല്ല കവിതകൾ അവർ കഅബയിൽ കെട്ടി തൂക്കുമായിരുന്നു. കവിത കഅബയിൽ കെട്ടി തൂക്കുമായിരുന്നു. അത് പിന്നെ കവിതക്കുള്ള അംഗീകാരമായിരുന്നു. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കവിത കേൾക്കുന്നതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. വശുഅറാഹു യത്തബിഉഹുമുൽ ഗാവൂൻ, അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ, പിന്നെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വദക്കറുല്ലാഹ കസീറ. സൂറത്ത് ശുഅറയിലെ അവസാന ഭാഗത്ത് 224-ാമത്തെ ആയത്തേക്കാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കവികളെ ആക്ഷേപിച്ചിട്ടുണ്ട്. വശുഅറ യത്തബിഉഹുമുൽ ഗാവൂൻ, കവികൾ അവരെ പിന്നെ പിഴച്ചവരാണ് പിൻപറ്റുന്നത്. വശുഅറ, കവികൾ, യത്തബിഉഹുമുൽ ഗാവൂൻ, അവരെ പിഴച്ചു പോയവരാണ് പിൻപറ്റുന്നത്. അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ, താങ്കൾ കണ്ടില്ലേ അവർ എല്ലാ താഴ്വാരങ്ങളിലും ഇങ്ങനെ യഹീമൂൻ ചുറ്റി സഞ്ചരിക്കുന്നത്. ഇങ്ങനെ കവികൾ ഇങ്ങനെ ചുറ്റി അടക്കുകയാണ് ചെയ്യുക പണ്ട് ജാഹിലിയത്തിൽ. പിന്നെ അന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ ചെയ്യാത്തത് അവർ പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ പറയുന്നത് പ്രാവർത്തികമാക്കൂല, അവരിങ്ങനെ പറച്ചിലാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കവികളെയും ആക്ഷേപിച്ചിട്ടില്ല. ഈ സ്വഭാവമുള്ള കവികളെയാണ് ആക്ഷേപിച്ചത്. വെറുതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുക, എന്നിട്ട് പെണ്ണ്, കള്ള്, ഇതൊക്കെയാണ് അവരുടെ കവിതയിലെ വിഷയങ്ങൾ. ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് എന്തിനാ? അത് പെണ്ണിനെ പിന്നാലെയാണ്. ഒരു കാമുകി പാർത്തിയിരുന്നത് ഇന്ന സ്ഥലത്താണ്, അപ്പോൾ അവിടെ പോയിക്കും. ഇപ്പോൾ ഇംറുൽ ഖൈസിൻ്റെ കാമുകിയായിരുന്നു ഫാത്തിമ എന്ന് വിളിച്ചിരുന്നു ഉനൈസ. അപ്പോൾ ഉനൈസൻ്റെ പാർത്തിയിരുന്ന് ഇവർ ഈ അറബികളാണല്ലോ, അവർ നാടോടികളാണ്. കുറച്ചു കാലം ഒരിടത്ത് പാർക്കും, പിന്നെ അവിടുന്ന് പോയിട്ട് വേറൊരിടത്ത് പാർക്കും, ഇങ്ങനെയാണത്. അപ്പോൾ പിന്നെ പാർത്തടുത്ത് പിന്നെ പോയി നോക്കുമ്പോൾ അവിടെ വെറും കുറ്റി ചുമരുകൾ അതേപോലെ തന്നെ ഇതേ അവശിഷ്ടങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് കുറേ കവിത പാടും ഓള ഓർത്തിട്ട്. അതാണ് ഖിഫ നബികി മിൻ ദിക്റ ഹബീബി വ മൻസിലി ബിസിഖ്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി ഫതൂദിയ ഫൽ മിഖ്റാതു ലം യഅഫു റസ്മുഹ ലിമാന സജതഹ മിൻ ജനൂബി വ ശംഅലി എന്ന് പറഞ്ഞിട്ട് തറാബഅൽ അർആമി ഫി ആറസാതിഹ വഖൈആനിഹ കഅന്നഹ ഹബ്ബു ഫുൽഫുലി. അതായത് പിന്നെ ഈ കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും വന്നിട്ട് ഇവളുടെ വീടിൻ്റെ പിന്നെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയിട്ട് ഇപ്പോൾ അവിടെ ശേഷിക്കണത് എന്താണെന്നുള്ളത് ചിത്രീകരിക്കുകയാണ്. മാത്രമല്ല അവരുടെ വീട്ടുമരത്ത് ഇങ്ങനെ ഈ മാൻകുട്ടികൾ കാഷ്ടിച്ചിട്ട് അത് പിന്നെ കുരുമുളക് വീണ് കിടക്കുന്നത് പോലെ ഇങ്ങനെയുള്ള വർണ്ണനകളാണ് ഒക്കെ ഈ പെണ്ണിനെ ചുറ്റിപ്പറ്റി. അതേപോലെ ഇപ്പോൾ തൊറഫൻ്റെ രണ്ടാമത്തെ മോഹലൊക്കെയാണ് തൊറഫ. അത് തുടങ്ങുന്നത് തന്നെ ലി ഹൗല അത്തലാലും ബിബുർക്കത്തെ സഹ്മുദി തെലൂഹു കബാഖിൽ വഷ്മി ഫി ലാഹിരിലിയതി ലി ഹൗല അയാളെ കാമുകയാണ്. മറ്റേയാളത് ഉനൈസ, ഇയാളത് ഹൗല. അപ്പോൾ ഹൗലനെ കുറിച്ച് പറയാണ്, ഹൗലൻ്റെ അത്തലാൽ പിന്നെ വീടിൻ്റെ കുറ്റിച്ചുമരുകൾ കണ്ടില്ല, ആ കുറ്റിച്ചുമരുകൾ ഈ വെളുത്ത കയ്യിൽ പച്ച കുത്തിയത് എങ്ങനെ തിളങ്ങും അതേപോലെ ഇതാ തിളങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് കവിത തുടങ്ങുന്നത്. ഇതാണ് അവരുടെ കവിതൻ്റെ പ്രത്യേകത. അപ്പോൾ പെണ്ണ്, മദ്യം, പിന്നെ ആ പെണ്ണ് സഞ്ചരിച്ചിരുന്ന വാഹനം, അവൾ നിന്നിരുന്ന സ്ഥലം, ഇതൊക്കെ ഇങ്ങനെയാണ് അവരുടെ കവിത. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആക്ഷേപിച്ചത്. വശുഅറ യത്തബിഉഹുമുൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. പിന്നെ അവർ ചെയ്യണതൊന്നുമല്ല അവർ പറയണത് തൊട്ട് അവർ പ്രാവർത്തികമാക്കുന്നുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കവിതകളെയും പിന്നെ ആ കവികളെയും ആക്ഷേപിച്ചത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ അവസാനം സൂറത്ത് പിന്നെ ശുഅറാൻ്റെ അവസാനത്തിൽ എല്ലാ കവികളെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെയോ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വദക്കറല്ലാഹ കസീറ. കണ്ടോ? വശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. വിശ്വസിക്കുകയും വഅമിലു സ്വാലിഹാത്ത് സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തവർ ഒഴികെ, വദക്കറുല്ലാഹ കസീറ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്തവരൊഴികെ,
വന്തസറു മിൻ ബഅദി മാ ദുലിമു വസയഅലമുല്ലദീന ളലമു അയ്യ മുൻഖലബി യൻഖലിബു. അപ്പോൾ അവിടെ വിശ്വസിക്കുക, സൽക്കർമ്മം പ്രവർത്തിക്കുക, അതേപോലെ തന്നെ അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുക, അവരഴിയുക എന്ന് പറയണം അള്ളാഹു. അങ്ങനെയുള്ള കവികൾ അവരാക്ഷേപാർഹരല്ല. അതുകൊണ്ടാണ് ഈ ആയത്തിറങ്ങി വശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ കവികൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ കവിയാണ്, ഹസ്സാൻ ഇബ്നു സാബിത്ത് കവിയാണ്, ഉബൈ കവിയാണ്. ഇങ്ങനെ കവികൾ പലരും ഉണ്ട്. അവർ വന്നപ്പോൾ അവർ പറഞ്ഞു കവികളത് ആക്ഷേപിച്ചിരിക്കുന്നു, ഞങ്ങൾ കവിത പാടാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമാക്കിയിട്ട് കുറേശികൾ കവിത പാടിയപ്പോൾ റസൂലുള്ളാഹി ഹസ്സാനോട് പറയാണ് മറുപടി കൊടുക്കാൻ. അപ്പോൾ ഹസ്സാൻ സുന്ദരമായിട്ട് മറുപടി കൊടുത്തപ്പോൾ കുറേശികൾ വീണുപോയി, അങ്ങനത്തെ കവിത ചൊല്ലി. അപ്പോൾ അവരൊക്കെ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞാൽ കവികളത് ആക്ഷേപിച്ചിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത് പിന്നെ അവതരിപ്പിച്ച ആയത്ത് റസൂലിന് കേൾപ്പിച്ചു കൊടുത്ത് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വദക്കറുല്ലാഹ കസീറ. അവരെന്തല്ല ആക്ഷേപാർഹരല്ല. അങ്ങനെയുള്ള കവിതകൾ പണ്ടുള്ളവരും പാടിയിട്ടുണ്ട്. അത് പിന്നെ സഹാബികൾ പാടിയിട്ടുണ്ട്. അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായി സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിട്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നവരായിട്ട്. അപ്പോൾ അത്തരം കവിതകൾ ആക്ഷേപാർഹല്ല. എന്നാൽ ഈ രീതിയിലുള്ള കവിതയാണ് ആക്ഷേപാർഹമായിട്ടുള്ളത്. മലയാളത്തിലുമില്ലേ ധാരാളം കവിതകൾ. കറ്റക്കാർ കൂന്തൽ മുടി തല വഴി മുറ്റുമാംസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരുവ ചുറ്റു ഉടർത്തും. ഇങ്ങനെ കവിതകൾ പെണ്ണിനെ വർണ്ണിച്ചിട്ട് ആകെ മനുഷ്യന്മാരെ ഇടങ്ങാറാക്കുന്ന രീതിയിലുള്ള വികാര വിജൃംഭിതമാക്കുന്ന രീതിയിലുള്ള കവിതകൾ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. അത് കവിതയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം നല്ല അർത്ഥഗർഭമായ ആശയസമ്പുഷ്ടമായ സുന്ദരമായ കവിതകൾ അതിൽ വലിയ ഇഷ്കമല്ല. അലാ കുല്ലിൻ വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉത്ബോധനവും ഈ വ്യക്തമായ ഖുർആനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്? അത് ലിയുൻദിറ മൻ കാന ഹയ്യ, ലിയുൻദിറ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. ലാമ് സബബിയ തഅലീലിയ. ലിയുൻദിർ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. ആർക്ക് മുന്നറിയിപ്പ് നൽകണം? മൻ കാന ഹയ്യൻ. ഹയ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ ആഖിലൻ ഫാഹിമൻ, ബുദ്ധിയുള്ളവൻ, അതേപോലെ ഫാഹിമൻ ഗ്രാഹ്യതയുള്ളവൻ, ജീവനുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ബുദ്ധിയുള്ളവൻ, കാര്യങ്ങൾ ഗ്രഹിക്കുന്നവൻ. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവനുള്ളവൻ, അവന് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. അവിടെ ഉദ്ദേശം ബുദ്ധിയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുന്ന മനുഷ്യൻ എന്നുള്ളതാണ്. കാരണം ബുദ്ധിയില്ലാത്തവൻ, കാര്യങ്ങൾ ഗ്രഹിക്കാത്തവൻ, അവനെ മയ്യത്തിനോടാണ് ഉപമിച്ചത്. ഇന്നക ലാ തുസ്മിഉൽ മൗത. എന്താ ഇന്നക ലാ തുസ്മിഉൽ മൗത? മൗത്തായവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഖബറിലുള്ളവരെ കേൾപ്പിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല, നീ കേൾപ്പിക്കുന്നവനല്ല എന്ന് പറയണം. അപ്പോൾ ഇവിടെ ലിയുൻദിറ മൻ കാന ഹയ്യൻ, ഹയാത്തുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. ഹയാത്തുള്ളവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം അഖിലുള്ള ഗ്രാഹ്യതയുള്ള മനുഷ്യന്മാരാണ്. അതിനു വേണ്ടിയാണ് ഖുർആൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. യഹിഖ വാവ് ആതിഫിൻ്റെത്. യഹിഖൽ ഖൗൽ എന്ന് പറഞ്ഞാൽ ഖൗലുൽ അദാബ്, ശിക്ഷയുടെ വചനം, അതാണ് അവിടെ ഉദ്ദേശം. അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ വചനം പുലരുന്നതിന് വേണ്ടിയും, വയഹ്കൽ ഖൗലു വചനം പുലരുന്നതിന് വേണ്ടിയും, അലൽ കാഫിരീൻ അവിശ്വാസികളുടെ മേൽ, അവിശ്വാസികളുടെ മേൽ വചനം പുലരുന്നതിന് വേണ്ടിയും. ഈ അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വചനമാണ്. എന്താണ് ആ വചനം? ഖൗലുൽ അദാബ്, ശിക്ഷയുടെ വചനം. ശിക്ഷയുടെ വചനം അവിശ്വാസികളുടെ മേൽ പുലരുന്നതിന് വേണ്ടിയുമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു പറയാണ് ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. എന്തിനാണ് വിശുദ്ധ ഖുർആൻ? ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവനുള്ളവന് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേൽ ഖൗലുൽ അദാബ്, ശിക്ഷയുടെ വചനം, അത് പുലരുന്നതിന് വേണ്ടിയുമാണ്.
ശിക്ഷയുടെ വചനം പുലരുക എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ശിക്ഷ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ്, താക്കീത്, അത് സാക്ഷാത്കൃതമാകുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ അവരെ ശിക്ഷിക്കുന്നതിൽ ന്യായമല്ലല്ലോ. അപ്പോൾ അവിശ്വാസത്തിൽ തുടർന്നാൽ ഖുർആൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ശിക്ഷയുണ്ട് എന്നുള്ള കാര്യം അത് അവർക്ക് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.